എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് പറയൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിയും നിങ്ങളും വീണ്ടും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സാധിക്കൂ, ഇത് കണ്ടു നോക്കൂ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങളങ്ങനെ തിരഞ്ഞെടുത്ത ഫയൽ വളയവും നക്ഷത്രവുമുള്ള ആദ്യത്തെ ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയും നിങ്ങളും വീണ്ടും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സാധിക്കും. നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധിക്കും. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ഒരകൽച്ചയോ ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയും, ആ വ്യക്തിക്ക് നിങ്ങളും ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു. ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നല്ല, ഇപ്പോഴും നിങ്ങളങ്ങനെ സ്നേഹിക്കുന്നു. പക്ഷേ നിങ്ങൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങളോ ചില അകൽച്ചകളോ ഉണ്ടായി. ഒരുപക്ഷെ അത് നിങ്ങളുടെ കുറ്റം കൊണ്ടായിരിക്കണമെന്നില്ല. ആരൊക്കെയോ നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചു, ആരൊക്കെയോ നിങ്ങളെ രണ്ടാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അകലേണ്ടി വന്നു. ആ അകൽച്ച നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്നെന്നും ഒരുമിക്കാൻ ആഗ്രഹിച്ച രണ്ട് വ്യക്തികളാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അകലരുത് എന്ന് ആഗ്രഹിച്ചതാണ് നിങ്ങൾ രണ്ടുപേരും. പക്ഷേ വിധി ചില കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല. അത് ഇരുട്ട് നിറഞ്ഞ ഒരു ലോകമായിരുന്നു. അവിടെ നിങ്ങൾക്ക് തിളങ്ങാൻ കഴിഞ്ഞു എന്നത് സത്യമാണ്. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ നിങ്ങളെ ഒരുമിപ്പിക്കാൻ ധരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവർ ഓരോ നിമിഷവും നിങ്ങളെ അകറ്റാനാണ് ശ്രമിച്ചത്. അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ജീവിതത്തിലൊരകൽച്ച നിങ്ങൾക്കുണ്ടായി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ടോ അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അവരുടെ വാക്കുകളിലേക്കാൾ പ്രസക്തി നൽകിയതുകൊണ്ടോ ആ നഷ്ടം നിങ്ങളെ വലയം ചെയ്തു. അങ്ങനെ ഒരുമിച്ച് ഒരേ ഇഷ്ടവും ഒരേ അഭിപ്രായവും ഉണ്ടായ നിങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ അവർ ഉണ്ടാക്കുകയും നിങ്ങളെ രണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. അവരൊരു പരിധിവരെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തെ അവർക്ക് തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരങ്ങനെയുള്ള ചില ശ്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും അകൽച്ചയുണ്ടാകുകയും നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരുമിക്കാൻ കഴിയാതെ ഇരിക്കുകയൊക്കെ ചെയ്തു. അത് എങ്ങനെ മാറുമെന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. നിങ്ങൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം ചുറ്റുമുള്ളവരും സാഹചര്യങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒട്ടും അനുകൂലമായിരുന്നില്ല. പക്ഷേ നിങ്ങൾ ചുറ്റുമുള്ള ചില ആളുകളെ വിശ്വസിച്ച് അവരോട് ചില കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അതിൻ്റേതായ ചില നഷ്ടങ്ങളുണ്ടായി. അവരോട് പറഞ്ഞ ചില കാര്യങ്ങളുടെ പേരിലും അവരോട് പറഞ്ഞ ചില വസ്തുതകളുടെ പേരിലും പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരുമിക്കാൻ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഉടൻ തന്നെ നിങ്ങൾക്കത് കൊണ്ടുവന്നു തരും. നിങ്ങളെ പരസ്പരം നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ സാധ്യതകളെപ്പറ്റി നിങ്ങൾ ആരാഞ്ഞ് ചിന്തിക്കേണ്ട. നിങ്ങളുടെ പോസിറ്റീവ് എനർജിക്ക് നിങ്ങൾ ആ വ്യക്തിയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതിൻ്റെ സത്യം അറിയാം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ലക്ഷ്യം സാധിച്ചു കിട്ടും. നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. വന്നിരിക്കും, അടുത്തിരിക്കും, നിങ്ങളൊന്നായിരിക്കും. അടുത്തായിട്ട് നക്ഷത്രം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു വിങ്ങലായിട്ട്, അത് 3 or 4 മടങ്ങ് വിങ്ങലായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ ഈ പൈല് സ്വീകരിച്ചവരുടെ ഹൃദയം. കാരണം ആത്മാർത്ഥമായി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രണ്ടുപേരായിരുന്നു നിങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ആത്മാർത്ഥത കാണിക്കാൻ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പെട്ടെന്നുള്ള എടുത്തുചാട്ടമോ ചില രഹസ്യങ്ങൾ ചിലരോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ടോ ഒരകൽച്ച നിങ്ങളിൽ രൂപപ്പെട്ടു. ആ അകൽച്ചയെ വഷളാക്കുന്നതിനായിട്ട് ചുറ്റുപാടുകളുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴും
അത് വഷളാക്കുന്നതിന് ചില ആളുകൾ സദാ സന്നദ്ധമായിട്ട് പ്രവർത്തിച്ചു. അവരുടെ പ്രവർത്തന ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ചില തെറ്റിദ്ധാരണകൾ നിങ്ങളോടുണ്ടായി. നിങ്ങളുടെ വ്യക്തിക്ക് ചില വാശികൾ നിങ്ങളോടുണ്ടായി. ആ വാശിയുടെയും തെറ്റിദ്ധാരണയും ഫലമായിട്ട് അകൽച്ച വലുതാകുകയും ആ അകൽച്ച നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കാകുകയും ചെയ്തു. അങ്ങനെ ആ അകൽച്ച നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കായപ്പോൾ സംഭവവികാസങ്ങൾ നിങ്ങളറിയാതെ വഷളാക്കുന്നതിന് കുറേ ആളുകൾ വന്നു. ആ ആളുകളെല്ലാം മുന്നും പിന്നും നോക്കാതെ അപക്വമായി തീരുമാനമെടുക്കുന്ന നിങ്ങളുടെ വ്യക്തിയിൽ ദുസ്വാധീനങ്ങളുണ്ടാക്കി. അങ്ങനെ അനാവശ്യമായിട്ട് ചില വാക്കുകൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കെതിരെ പറയുകയും നിങ്ങൾക്കത് സഹിക്കാൻ കഴിയാതിരുന്നിട്ട് നിങ്ങൾ പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒട്ടും ആത്മാർത്ഥമില്ലാതെ, ഒട്ടും മര്യാദയില്ലാതെ അവർ നിങ്ങളോട് പെരുമാറുകയും അങ്ങനെ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് ഒരകൽച്ച അവിടെ ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടുപേർക്കും ഇപ്പോഴും ആത്മാർത്ഥവും സ്നേഹമുണ്ട്. നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. മറ്റാർക്കും നിങ്ങൾക്ക് പകരമാകാനും സാധിക്കില്ല. മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച ഒരുപാട് ഇഷ്ടവും സ്നേഹവും അതുപോലെ തന്നെ ഇപ്പോഴും തളം കെട്ടി നിൽക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ വില അറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഒരു ആഗ്രഹമുണ്ട്, എന്തായാലും ആ വ്യക്തിയെ തിരിച്ചു വേണമെന്നുള്ളത്. മറ്റാരും ആഗ്രഹിക്കാത്ത ആഴത്തിൽ, മറ്റാരും ചിന്തിക്കാത്ത ആഗ്രഹത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി ഒന്ന് വന്നിരുന്നെങ്കിലെന്ന്. ആ വ്യക്തി ഒന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിരുന്നെങ്കിലെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങളുടെ ശക്തി നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആത്മാർത്ഥത, നിങ്ങളുടെ പ്രണയം എത്ര സംശുദ്ധമായിരുന്നെന്നും എത്ര ആത്മാർത്ഥതയുള്ളതാണെന്നും അറിയാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചുറ്റുമുള്ളവർ പറയുന്നതല്ല സത്യം. എൻ്റെ വ്യക്തി എന്നെ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിന് പകരമായിട്ട് എനിക്കൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ആ സ്നേഹത്തിന് പകരമായിട്ട് എനിക്കൊന്നും ലഭിക്കുന്നുമില്ല. എന്നെ അത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച ആ വ്യക്തിയുടെ ഹൃദയമണ്ഡലങ്ങളിൽ നിന്നും പോകുന്നത് വലിയ നഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ, അതിൽ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും ആ വ്യക്തിയെ തമ്മിൽ ഒന്നിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി, അത് നടന്നിരിക്കും. ചുറ്റുമുള്ള ഇരുട്ടിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, അതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.